ഒരു സെപ്റ്റിക് ടാങ്കിലിടേണ്ട പടമായതുകൊണ്ട് ജനങ്ങൾ കാണാൻ പോയില്ല. അത് നിരോധിക്കാനൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. സിനിമയെ വിമർശിക്കാം, പക്ഷെ നിർബന്ധിച്ച് അവരെ രാജ്യദ്രോഹികളാണെന്നും അവരെ ഭയപ്പെടുത്തി ആ സിനിമയെ റീസെൻസർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമല്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കലാണ് യഥാർത്ഥത്തിൽ കത്തിവെച്ചിരിക്കുന്നത്. എമ്പുരാൻ സിനിമാ വിഷയത്തിൽ ഇടതുപക്ഷ അംഗങ്ങൾ സന്തോഷ്, ശിവദാസൻ, റഹീം, ജോസ് കെ മാണി ഞങ്ങളെല്ലാം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള സംഘടിതമായ ശ്രമം, അതും ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ, അതിനെതിരെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രമേയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തു. അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേരളത്തിലെ മാത്രം വിഷയമല്ല, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആവിഷ്കാരത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ്. ഇതുവരെ ഇന്ത്യയിൽ സെൻസർ ചെയ്തിട്ട് റിലീസ് ചെയ്ത് സിനിമകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ സമ്മർദ്ദത്താൽ വീണ്ടും തിരിച്ച് സെൻസർ ചെയ്യിപ്പിച്ച് മുറിച്ച് അംഗച്ഛേദം നടത്തി വീണ്ടും തിയേറ്ററിൽ എത്തിക്കുക, അത് സംബന്ധിച്ച് നടന്ന ചർച്ചകൾ